പ്രിയപ്പെട്ടവരെ, ഇന്ന് ലീവായപ്പോൾ വെറുതെ ഒന്ന് തോട്ടത്തിലേക്ക് ഇറങ്ങി നോക്കിയാട്ടോ. അപ്പോൾ തോട്ടത്തിൽ അതാ ഒരു തെങ്ങ് ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ട്. കട പുഴകി വീണാണ്, ഒരുപാട് പഴക്കമുള്ള തെങ്ങാട്ടോ. തെങ്ങ് ഏതായാലും വീണ്. അപ്പം ഇനി അതിന്റെ കരിമ്പ് എടുക്കാന്ന് വെച്ചാൽ നമ്മൾ കോടാലി എടുത്തിട്ട് നേരെ തോട്ടത്തിലേക്ക് തന്നെ പോകണം കേട്ടോ. അപ്പോൾ ഈ കരിമ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അതിന് കരിമ്പ് എന്നാ പറയാം, മറ്റുള്ള നാട്ടിലേക്ക് എന്താ പറയാന്ന് അറിയില്ല. തെങ്ങിന്റെ കുരലൊക്കെ കട്ട് ചെയ്തിട്ട് ഉള്ളിൽ നിന്ന് കിട്ടുന്ന ഒരു ഇളയ തൂമ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ, അതിനാണ് നമ്മൾ കരിമ്പ് എന്ന് പറയുക, തെങ്ങിൻ്റെ കരിമ്പ് എന്ന് പറയാം. അത് കട്ട് ചെയ്ത് എടുക്കണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം റിസ്ക് ഉണ്ട്, പക്ഷേ അത് കിട്ടിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ആ തെങ്ങിൻ്റെ മുകളിലൊക്കെ ഫുള്ള് വള്ളി ഇങ്ങനെ പടർന്നിരുന്നു, അതൊക്കെ ഇങ്ങനെ വെട്ടി മാറ്റിയാണ് കേട്ടോ. അങ്ങനെ ആ വള്ളിയൊക്കെ ഇങ്ങനെ വെട്ടി മാറ്റി അതിൻ്റെ മേലുള്ള ഓലയൊക്കെ ഇങ്ങനെ എടുക്കണം. ഫസ്റ്റ് തന്നെ നമുക്ക് ആ മുകളിലുള്ളത് ഉണങ്ങിയ ഓലയാണ്, അത് ഈസി ആയിട്ട് നമുക്കിങ്ങനെ വലിച്ച് എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എടുത്ത ഓലയൊക്കെ നമ്മളൊരു സൈഡിൽ ഇങ്ങനെ കൂട്ടി വെക്കട്ടെ. ഇനി തെങ്ങ് വീണ് നേരെ പുഞ്ചപ്പാടത്തിൻ്റെ വക്കത്തേക്കട്ടോ. പുഞ്ചപ്പാടത്ത് ഇങ്ങനെ കൃഷിയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും പറഞ്ഞ പോലെ കുറച്ച് റിസ്ക് ആണ് ഇത് വെട്ടിയെടുക്കാൻ. അപ്പോൾ ഓരോ മടലിങ്ങനെ വെട്ടി, അതുപോലെ അതിൻ്റെ ആ കൊല ഉണ്ടാവും, അതിങ്ങനെ വെട്ടി ഇങ്ങനെ മാറ്റിയിട്ട് വേണം എടുക്കാൻ, കാരണം ഒറ്റയടിക്ക് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റില്ല. അങ്ങനെ ഏകദേശം ഓലയൊക്കെ എടുത്ത് ഇനി നമുക്ക് ഈ ഒരു ഏരിയ ഇവിടെ വെട്ടിയിട്ട് ആ കുരൽ മുറിച്ചിട്ട് നേരെ നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാം. അപ്പോൾ അവിടുന്ന് ബാക്കിയൊക്കെ റെഡിയാക്കി എടുക്കാം. അങ്ങനെ വെട്ടി നമ്മൾ ഉദ്ദേശിച്ച പോലെ ആ കുരൽ അങ്ങ് മുറിച്ച് ഇട്ടോ. ഇതിൽ 2 പൂക്കൊലയൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ആ കുറച്ച് ഓലയും കൂടി എടുത്ത് അതുപോലെ പൂക്കൊലൊക്കെ ഒന്ന് വേറെ എടുത്തിട്ട് ചെറിയ പീസാക്കി നമുക്ക് അങ്ങോട്ട് വീട്ടിൽ കൊണ്ടുപോകാം വെച്ചിട്ടോ. അങ്ങനെ പൂക്കൊലയൊക്കെ എടുത്ത് അതുപോലെ കുറച്ചും കൂടി ആ ഓലയൊക്കെ കൊണ്ട് മാറ്റിയിട്ട് ചെറിയൊരു പീസാക്കിയിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് എടുത്ത് പോകും. അങ്ങനെ വെട്ടി ചെറുതാക്കിയപ്പോൾ എത്രയേ ഉള്ളൂ കേട്ടോ. അത് നേരെ കൊടാലിയിൽ കൊത്തിയിട്ട് തൂക്കി പിടിച്ചുകൊണ്ട് നമ്മളിങ്ങനെ വീട്ടിലേക്ക് പോവാണ്. വീട്ടിൽ മുറ്റത്തിട്ടിട്ട് ഇനി വേഗം നമുക്ക് വൃത്തിയാക്കാം. നല്ല മൂപ്പുള്ള തെങ്ങായതുകൊണ്ട് തന്നെ കുരൽ ചെറുതാണ്, അതുകൊണ്ട് കുറച്ച് കരിമ്പേ ഉണ്ടാവുള്ളൂ. എന്തായാലും നമ്മൾ അത് വെട്ടി ഒരു ഇളയ പൂക്കൊല കിട്ടിയിട്ട് അതിങ്ങനെ കടിച്ച് നോക്കിയപ്പോൾ നല്ല മധുരമുണ്ട്. ഇതൊക്കെ നമുക്ക് ശരിക്കും കഴിക്കാം. ഇതിൻ്റെ ഫസ്റ്റ് ഭാഗം കേട്ടോ, മേൽഭാഗത്തേക്ക് മൂപ്പുണ്ടാവും. അതുപോലെ ഉണ്ട് കുരലിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് ശരിക്കും നല്ല മധുരത്തോടു കൂടി കഴിക്കാം. ഈ ഒരു പീസാട്ടോ അതിൽ നല്ല മധുരമുള്ള ഭാഗം. ഈ മടല് അങ്ങനെ ഉണ്ടാവുന്ന ചെറിയ പീസാണത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഏറ്റവും ഉള്ളിലുള്ള ഇതാണ് നല്ലത്. അപ്പോൾ എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു. നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടുണ്ടോ ഈ സാധനം? ഇല്ലാന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. പിന്നെ നമ്മുടെ പുതിയ വീഡിയോസ് കിട്ടാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.